ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ ലേമറിലൊക്കെ ചെന്നു. കോയമ്പത്തൂരിലെ ബാക്കി വ്ളോഗായിട്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ, കണ്ടിന്യൂഷനായിട്ട്. അപ്പം നമ്മൾ ഹോട്ടലിലൊക്കെ എത്തി, റൂമൊക്കെ റെഡി ആയിരുന്നു. നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. അവിടെ നല്ല ചൂടാണ്, നാട്ടിലേക്കാട്ടിലും ചൂട് എനിക്ക് തോന്നുന്നു കോയമ്പത്തൂരാന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഈവനിങ് ആണ് ഫംഗ്ഷൻ. റൂമിൽ പോയിട്ട് കുറച്ചൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകിട്ട് ഒരു 5 മണിയാകുമ്പോഴത്തേക്കിനും താഴേക്ക് പോയാൽ മതി. അപ്പം നമ്മളിതിൻ്റെ നേരത്തെ ഉച്ചയ്ക്ക് ഫാക്ടറി കാണാൻ പോയതാണ്, നിങ്ങൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടത് കേട്ടോ. ഞാൻ നേരത്തെ കാണാത്ത വ്ളോഗിൽ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെന്ന് വെച്ച് പറഞ്ഞതാണ്. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഫാക്ടറി കണ്ടിട്ട് പിന്നെയാണ് ഈ ഹോട്ടലിലോട്ട് വന്നിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് വൈകുന്നേരം ഈവനിങ് ഫംഗ്ഷന് പോകാൻ പോകുന്നത്. യൂട്യൂബറായ പിന്നെ എൻ്റെ സ്ഥിരം പരിപാടി കേട്ടോ. എവിടെയെങ്കിലും പുതിയ പ്ലേസിൽ പോയാൽ അത്രയും റീൽസ് എടുക്കുക, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക, ഷോർട്സ് ഇടുക. അതിനോട് കണ്ണച്ചേട്ടൻ നല്ല സപ്പോർട്ടീവാണ്. അപ്പം ഞങ്ങൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു, തലയും കറങ്ങി കുറച്ച് നേരം അവിടെ കിടന്നു പോയി. പിന്നെ ഒരു കോഫിയൊക്കെ കുടിച്ചാണ് റെഡി ആയത്. കോഫി വേണം. എന്തോ കോഫി വേണമെന്ന് ചോദിച്ചാൽ ഏതുതരം കോഫി? കോഫിയല്ല, ടീ ഉണ്ട് ഇവിടെ. കോഫി ഇല്ലേ? എനിക്ക് കോഫി ആയിരുന്നു ഇഷ്ടം. ഉണ്ട്. സൺറൈസിൻ്റെ കോഫി മാത്രമേ ഇവിടെ ഉള്ളേ. പിന്നെ എന്തുവാ നോക്കട്ടെ, ഇതൊക്കെ എന്തുവാണ്? ആസാം ടീ, ഡാർജിലിംഗ് ടീ, പിന്നെന്താ ടീ ഉള്ളത്? ഏൽഗ്രേ കൊള്ളത്തില്ല, കുടിച്ചതല്ലേ. പിന്നെ ഗ്രീൻ ടീ ഉള്ളൂ. എന്നാൽ എനിക്ക് സൺറൈസിൻ്റെ കോഫി മതി. ആയിക്കോട്ടെ. ഇയാള് എന്തുവാ കഴിക്കുന്നത്? ഞാൻ വെറൈറ്റി എല്ലാം കഴിച്ചിട്ട് ഇവിടെ കിടക്കാൻ പോവാ. ചൂടാക്കണ്ടേ? ചൂടാക്കണം. ചൂടായിട്ട് ചായയിട്ട് കുടിക്കേണ്ട അവസ്ഥയായി. ഇങ്ങനെയുള്ള ഷുഗറിനുണ്ടല്ലോ മധുരം കുറവായിരിക്കും അല്ലേ? മധുരം കുറവാ, ബാക്കിയെല്ലാം കറക്റ്റാ. കുറച്ചും കൂടെ ഒരു പാക്കറ്റ് കൂടി ഇടണമെന്നുണ്ട്, എന്നാലേ എൻ്റെ ഒരു മധുരം ആകത്തുള്ളൂ. നമ്മളങ്ങനെ കോഫിയൊക്കെ കുടിച്ചിട്ട് പയ്യെ റെഡിയാകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ റെഡിയായപ്പോൾ പഴയ പാട്ട് പിന്നെയും തുടങ്ങി. നേരത്തെ എടുത്ത വീഡിയോയുടെ ബാക്കിയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ച്, എന്നിട്ട് താഴേക്ക് പോകാമെന്ന് വിചാരിച്ചോട്ടെ. അപ്പോൾ നമ്മൾ താഴോട്ട് പോവാണ് റെഡിയായിട്ട്. അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. ഈവനിങ് ഫംഗ്ഷന് പോകാനുള്ള എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്? മാക്സിമം മേടിച്ച ഷർട്ടും. അയ്യടാ തന്നെ അങ്ങ് പറയാ, എൻ്റെ പഴയ ഡ്രസ്സാണ് കേട്ടോ. ഇത് സേവ് ദ ഡേറ്റിന് ഞാൻ ഇട്ട ഡ്രസ്സാണ്. അപ്പം സത്യം പറഞ്ഞൊന്നും കിട്ടിയില്ല, നോക്കിയിട്ട് പെട്ടെന്നുള്ള പരിപാടി ആയതുകൊണ്ട്. അന്നേരം ഞാൻ വിചാരിച്ചാൽ ഈ ഫ്രോക്ക് തന്നെ അങ്ങ് ഇടാമെന്ന്. ചെറിയ കുറച്ച് നേരത്തെ കാര്യമുള്ളൂ, ഇത് ഇട്ടിട്ടുമില്ല പിന്നെ. അപ്പം അതുകൊണ്ട് ഇതങ്ങ് ഇട്ടു. അപ്പം നമുക്ക് പരിപാടിക്ക് പോയിട്ട് വരാം അല്ലേ? പോയിട്ട് വരാം. പാഴ്ച റെഡിയാകുന്നേ ഉള്ളൂ, പരിപാടിക്ക് പോയിട്ട് വരാം. എന്തുവാ ഗിഫ്റ്റ്? എന്തോന്ന് അറിയത്തില്ല, കുറച്ച് നമുക്കറിയാം എന്തോ.
ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് പോയത്, എല്ലാവരും വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത് കേട്ടോ. ജ്വല്ലറി ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഫംഗ്ഷൻസ് പോയിട്ടുണ്ട്. വേറൊരു എൻ്റർലി ഒരു ന്യൂ ഇൻഡസ്ട്രിയിൽ ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. ഒരുപാട് പേരെ കാണാൻ പറ്റി. പിന്നെ ഒരു ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ കണ്ണൻ ചേട്ടനും ബാച്ചിനും ഒരു അവാർഡും ഉണ്ടായിരുന്നു ബെസ്റ്റ് പെർഫോമൻസിൻ്റെ. അപ്പോൾ അതിനൊക്കെ കൂടിയാണ് ഞങ്ങൾ ജസ്റ്റ് പോയത്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോവാണ്. അപ്പോൾ അവാർഡ് മേടിച്ച രണ്ടുപേരും ഇവിടെ നിൽപ്പുണ്ട്. എന്താ അവാർഡ് കിട്ടിയേ? ബെസ്റ്റ് പെർഫോമൻസ് ഓഫ് കേരളയുടെ ലൂക്കറിൻ്റെ അവാർഡ് മേടിച്ച രണ്ടുപേരാണ് എനിക്ക്. അത് കാണാൻ പറ്റിയത് വളരെ സന്തോഷം. എന്താ പറയുന്നത് ഈ സാഹചര്യത്തിൽ? വളരെ സന്തോഷം. വളരെ സന്തോഷം. ബാച്ചിനോ? കഴിഞ്ഞ കൊല്ലം കിട്ടിയായിരുന്നേ, രണ്ടാമത്തെയാണ്. ഓ, രണ്ടാമത്തെ അന്നേരം ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ. ദൈവം അനുഗ്രഹിച്ച് കിട്ടിയത് പറയാൻ പറ്റുന്നില്ല. വേറെ ഗിഫ്റ്റ് കിട്ടി, കൊട, ലൂക്കറിന്റെ കൊട, ഒരു പ്രഷ്യസ് ഗിഫ്റ്റ് കിട്ടി. അതെ, അപ്പോൾ നമുക്ക് നല്ല സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിച്ച് എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് അല്ലേ ഈ വർഷത്തെ ബെസ്റ്റ് പെർഫോമൻസിനുള്ള അവാർഡ് കിട്ടി. ഇപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഈ വ്ളോഗ് കാണുന്ന എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇന്ന് Day 2 ആണ് കോയമ്പത്തൂർ. നമ്മളിവിടെ ശരിക്കും ഇവിടെ ഒഫീഷ്യൽ ഫംഗ്ഷന് വേണ്ടി വന്നാൽ കേട്ടോ കോയമ്പത്തൂർക്ക്. അപ്പം അതാ വേറെ പരിപാടിയുടെ വ്ളോഗൊന്നും എടുക്കാഞ്ഞത്. ഇപ്പം രാത്രി 11 മണി ആറായി. നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. നാളെ കോയമ്പത്തൂരിന് ഗുഡ് ബൈ പറയും അല്ലേ. അപ്പം നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ടാറ്റാ.